ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കർജറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു മലായ് കോഫ്തയാണ് ചെയ്യാൻ പോണത്. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഐറ്റമാണ് ഇത്. ചപ്പാത്തിക്കാവട്ടെ ചോറിൻ്റെ കൂടെ ആവട്ടെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ജാറെടുത്തു. നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഇറച്ചി, ഒരു 1/2 കിലോ ഇറച്ചിയാണ് എടുക്കുന്നത് നമ്മൾ. ഒന്നിച്ചിത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറച്ചായിട്ട് എടുക്കാം. എന്നിട്ട് ഇറച്ചി എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുകയാണ്. ഇത് ബേസൻ പൗഡർ, കടലമാവ്, അതുപോലെ തന്നെ പച്ചമുളക്, എരിവ് എത്ര വേണം അതിനനുസരിച്ച് എടുത്താൽ മതി. അത് തന്നെ ജിഞ്ചർ ഗാർലിക്കാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് പുതിന, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഉപ്പ്. അത് നന്നായിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് അരച്ച് ഈ ഒരു പരുവത്തിലെടുത്തിട്ട് ഇനി നമ്മൾ ഒരു തവയിൽ എണ്ണ ചൂടാവാൻ വയ്ക്കാം. ഇവ നമ്മൾ അരച്ചെടുത്ത ഈ ഇറച്ചി നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ എല്ലാം ആക്കിയെടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 75% ഫ്രൈ ആയാൽ മതി. നന്നായിട്ടൊരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ കോഫ്തയും നമ്മൾ റെഡിയാക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് വരും, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവട്ടെ. ഇത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോഫ്ത എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കാഷ്യൂനട്ടും ബദാമും ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതൊന്ന് ആറി കിട്ടിയതിന് ശേഷം, തണുത്തതിന് ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് ഇതിനകത്ത് നമുക്കിനി ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി കുറച്ച് നമുക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അരച്ച് വെക്കുക. ഇനി വേറെ തവയിൽ എണ്ണ ചൂടായിട്ട് നമുക്ക് ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ മസാല ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. മസാല നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമ്മൾ കുറച്ച് ചാറ്റ് മസാലയാണ് ഇടുന്നത്. എന്നിട്ട് കുറച്ച് ഗരം മസാല,
അതുപോലെ തന്നെ മല്ലിപ്പൊടി, അതിന് മസാലയ്ക്ക് ആവശ്യമുള്ള ഇത്തിരി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് മസാല വേവണം. ഇപ്പം നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. ഇനി സിമ്മിലേക്ക് വെക്കുക സ്റ്റൗ. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇതിനകത്ത് യോജിപ്പിക്കണം. ഇപ്പോൾ മസാല സെറ്റായി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കോഫ്ത എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് പിടിക്കണം. ഇനി ഒരു 4 മിനിറ്റ് 3 തൊട്ട് 4 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് സിമ്മിൽ തന്നെ ഇരുന്നാൽ മതി. ഇപ്പം നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഇതിനെ നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ് എങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇത് ചോറിൻ്റെ കൂടെയും നന്നായിട്ട് കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പും കൂടെ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.